നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. വിവാഹ സമ്മാനമായിട്ട് ഷെയർസ് നൽകാൻ പറ്റുമോ? പലർക്കും ഉള്ളൊരു സംശയമാണ്. നല്ലൊരു മംഗളകർമ്മം നടക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ നമ്മൾ പലതും ചെയ്യാറുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് ഷെയർസ് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇലക്ട്രോണിക് ആണല്ലോ ഷെയർസ്. അപ്പോൾ എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധ്യമായിരിക്കണം. അങ്ങനെ സാധിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷേ അപ്പോൾ അതോടൊപ്പം തന്നെ അറിയേണ്ടത് അതിൻ്റെതായ ടാക്സ് ഇംപ്ലിക്കേഷൻസ് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതും പലർക്കും സംശയമായിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്ന് ആ വിഷയമാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് എന്താണ് ഇലക്ട്രോണിക് ഷെയർസ് എന്നുകൂടി കേട്ടിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. നമ്മൾ ആ വിഷയം വിശദമായിട്ട് അവസാന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ട്രോണിക് ഷെയർസിനെ കുറിച്ച് ഒന്നറിഞ്ഞിട്ട് അതിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇലക്ട്രോണിക് ഷെയർസ് ആദ്യമായിട്ട് രൂപം കൊള്ളാൻ കാരണം ഡെപ്പോസിറ്ററീസ് ആക്ട് വന്ന കാരണമാണ്. 1996 ഡെപ്പോസിറ്ററി ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. ഈ മുഷിഞ്ഞു നാറിയ ഷെയർസ് അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്ററി ആക്ട് വന്നത്. ഇന്ത്യയിൽ എത്ര ഡെപ്പോസിറ്ററി ഉണ്ട്? 2 ഡെപ്പോസിറ്ററികളാണ് ഇന്ത്യയിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ കുറച്ച് ധനകാര്യ സ്ഥാപനങ്ങളും കൂടി ചേർന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് 96 തന്നെ രൂപം കൊണ്ടു NSDL എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ഡെപ്പോസിറ്ററി, അതായത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ഇന്ത്യ ലിമിറ്റഡ്. അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻകൈയെടുത്ത് രൂപം കൊടുത്തിട്ടുള്ള ഒരു ഡെപ്പോസിറ്ററിയാണ്. CDSL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന. ഇത് 2000 രൂപം കൊണ്ടത്. ഇനി നമുക്ക് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഒന്ന് കാണാം. ഇത് പരിചയമില്ലാത്ത യുവതലമുറയ്ക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നമ്മളൊന്ന് പറയുകയാണ്. ഇത് നോക്കൂ, ഇത് ഏതാണ് ഈ കമ്പനി? ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റുകളാണ് ഈ കാണുന്ന രണ്ടും. അപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 100 ഷെയർസ്, ഫേസ് വാല്യൂ 10 ആണെന്ന് ഇവിടെ കാണാം. 100 ഷെയർസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണിത്. ഹോൾഡറുടെ പേര് ഇവിടെയുണ്ട്, ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പേഴ്സ് ഇവിടെയുണ്ട്. ഇവിടെയാണ് കമ്പനിയുടെ കോമൺ സീൽ. പൊങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സീലായതുകൊണ്ട് അതിവിടെ കാണാൻ പറ്റുന്നില്ല, കോപ്പിയിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു സർട്ടിഫിക്കറ്റ് സ്പെസിമെൻ ആയിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഡെപ്പോസിറ്ററിയിൽ നമുക്ക് അംഗത്വം എടുക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. നമ്മളപ്പോൾ റിസർവ് ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂലല്ലോ. റിസർവ് ബാങ്കിലല്ല നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നത്. പിന്നെ എവിടെയാണ്? ബാങ്കിലാണ്. അപ്പോൾ ഡെപ്പോസിറ്ററിയുടെ താഴെ ഉള്ള സ്ഥാപനങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. അവിടെയാണ് നമ്മൾ അക്കൗണ്ട് തുടങ്ങേണ്ടത്. നമ്മൾ ഒരിക്കലും നേരിട്ട് ഡെപ്പോസിറ്ററിയിലല്ല. ഡെപ്പോസിറ്ററിയുടെ ഏജൻസ് എന്ന് പറയുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അത് ആരൊക്കെയാണ്? സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് ബാങ്ക്സ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സും ബാങ്കുകളും പിന്നെ ചില ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇത്തരത്തിൽ ഡെപ്പോസിറ്ററിയിലെ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഏജന്റ് ആയിട്ടുള്ള. അവരെ DP എന്ന് നമ്മൾ വിളിക്കും. ഇനി എങ്ങനെയാണ് ഈ ഡിമാറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഷെയർ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അത് ഞാനിവിടെ ഒന്ന് വിശദീകരിക്കട്ടെ. ഇതാണ് ഇപ്പൊ ഞാനും നിങ്ങളും പോലെയുള്ള ഇൻവെസ്റ്ററെ വിളിക്കുന്ന പേരാണ് BO. BO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, സാധാരണ ബെനിഫിഷ്യറി ഓണർ. നമ്മളുടെ കയ്യിലുള്ള ഓഹരിയുടെ ബെനിഫിഷ്യറി ഓണർ നമ്മളാണ്. അപ്പോൾ ബെനിഫിഷ്യറി ഓണർ എന്ന് പറയുന്നത് ഇൻവെസ്റ്ററാണ്. ഇൻവെസ്റ്റർ നേരെ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്, നേരത്തെ നമ്മൾ കണ്ട ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് ആക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അയാൾ വരുന്നു, നേരെ അയാളുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ അടുത്ത്, അതായത് സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് അയാൾ വരുന്നു. എന്നിട്ട് ഒരു DRF ഫോം, ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം ഈ DPയിൽ നിന്ന് വാങ്ങി അത് ഫില്ല് ചെയ്ത് ഈ ഷെയർ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിലെഴുതി അതിൽ പിൻ ചെയ്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവരുടൻ തന്നെ അത് നേരെ ഒരു കവറിലാക്കിയിട്ട് കൊറിയറായിട്ട് അതാത് കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിനാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും. അവരുടെ കമ്പനി സെക്രട്ടറിയുടെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കൊടുക്കും. അതല്ലെങ്കിൽ ചില കമ്പനികൾ ആ ജോലി സ്വയം ചെയ്യുന്നില്ല, അവർക്ക് RTA ഉണ്ടാവും, രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് എന്ന് പറഞ്ഞ് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പം നമുക്ക് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കണോ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് നമ്മൾ കൊടുത്ത ആ
സർട്ടിഫിക്കറ്റ് കവറിലാക്കി ഇവർക്ക് അയച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ ഇവർ ഏത് ഡെപ്പോസിറ്ററിയിൽ NSDL CDSL അംഗമാണോ അവർ നൽകിയിട്ടുള്ള സിസ്റ്റത്തിൽ ഇത് എൻ്റർ ചെയ്യും. ഈ സർട്ടിഫിക്കറ്റിന്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം എൻ്റർ ചെയ്തിട്ട് ഇന്നയാൾ ഇത് ഡിമാറ്റിന് തന്നിട്ടുണ്ട് എന്ന് ഡെപ്പോസിറ്ററി നൽകിയിട്ടുള്ള സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അത് എൻ്റർ ചെയ്യും. അതായത് ഡെപ്പോസിറ്ററിയെ അറിയിക്കും. ഡെപ്പോസിറ്ററിക്കും ആ വിവരം കിട്ടി, കമ്പനിക്കും ഈ വിവരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഡെപ്പോസിറ്ററി ഈ കമ്പനിയെ ഞങ്ങൾക്ക് ഈ വിവരം ലഭിച്ചിട്ടുണ്ട്, ഒരാൾ ഇത് ഡിമാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിമെറ്റീരിയലൈസ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള വിവരം ഇവിടെ അറിയിക്കുന്നു. ഡിമാറ്റ് ഫോർവേഡിങ് ഡിമാറ്റ് റിക്വസ്റ്റ് ടു ദ കമ്പനി. കമ്പനിക്ക് അപ്പോൾ ഷെയർസ് കവറിലായിട്ട് ഫിസിക്കലായിട്ട് കിട്ടിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്ററിയിൽ നിന്ന് അറിയിപ്പും കിട്ടിക്കഴിഞ്ഞു. ഉടൻ തന്നെ നമ്മുടെ ഫിസിക്കൽ ഷെയർസ് അവർ നശിപ്പിച്ച് കളയും, കീറി നശിപ്പിച്ച് കളയും. എന്നിട്ട് ഡെപ്പോസിറ്ററിയോട് പറയും, ഞങ്ങൾ അത് ഇലക്ട്രോണിക് ആക്കാൻ അനുവദിച്ചിരിക്കുന്നു, ഞങ്ങളിത് ഇലക്ട്രോണിക് ആക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് ഡെപ്പോസിറ്ററിയോട് പറയും. ഡെപ്പോസിറ്ററിയോടം തന്നെ ഇലക്ട്രോണിക് ആയിട്ട് എത്ര ഷെയർസ് ഉണ്ടായിരുന്നു? 100 ഷെയർ ആയിരുന്നു. ആ 100 ഷെയറും ഈ ഇൻവെസ്റ്ററുടെ DPയിലുള്ള ബ്രോക്കറുടെ അടുത്തുള്ള അക്കൗണ്ടിലേക്ക് അവരത് ക്രെഡിറ്റ് ചെയ്യും. അത്രയും നമ്പർ ക്രെഡിറ്റ് ആയിട്ട് വരും. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ ആ ഷെയർ ക്രെഡിറ്റ് ആയിട്ട് വന്നു. ഇനി എന്താണ്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് തരും. അത്രയുമാണ് ഒരു ഇലക്ട്രോണിക് ആക്കുക ഷെയർസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സ്. ഈ പ്രോസസ്സാണ് നടക്കാൻ വേണ്ടിയിട്ട് സാധാരണ നിലയിൽ ഒരു 3 ആഴ്ചയൊക്കെ സമയം പിടിക്കും. എന്തുകൊണ്ടാണ്? ഇത് കൊറിയറായിട്ടൊക്കെ പോകണം, ഈ കമ്പനിയിലേക്കൊക്കെ അയച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിനുള്ളൊരു ടൈം എടുക്കുന്നതാണ് അത്രയും സമയം. ഇനി ഈ ഇലക്ട്രോണിക് ആയുള്ള ഗുണം എന്താണെന്ന് നോക്കൂ. ഷെയർസ് ഇലക്ട്രോണിക് ആയുള്ള ഫഞ്ചിബിലിറ്റിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഫഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പം ഞാനൊരു പുസ്തകം അല്ലെങ്കിൽ ഞാനൊരു 100ന്റെ നോട്ട് നിലത്ത് ഞാൻ ഈ ടേബിളിൽ വെക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും ഒരു 100 rupees നോട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നു. നിങ്ങൾ വെച്ച നോട്ട് പുതിയതായിരിക്കും, നിങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാനിത് നിങ്ങളോട് തിരിച്ചെടുത്തോളാൻ പറയും. നിങ്ങൾ വെച്ച പൈസ തിരിച്ചെടുത്തോളാൻ പറയുമ്പോൾ നിങ്ങൾ വെച്ച അതേ പൈസയായിരിക്കും നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലേ? ആ നോട്ട് തന്നെയായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ആയാലോ എൻ്റെ 100 രൂപ എന്നോ നിങ്ങളുടെ 100 രൂപ എന്നോ വ്യത്യാസമുണ്ടോ? എല്ലാം അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഇല്ലേ? അതാണ് ഫഞ്ചിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഇന്റർചേഞ്ചബിൾ ആണ്. എൻ്റെ നിങ്ങളുടേതൊന്നും വ്യത്യാസമില്ല. ഓക്കെ, ഫിസിക്കൽ അല്ലല്ലോ അത്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നതും ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റില്ല. ബുക്ക് എൻട്രി വഴി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അറിയേണ്ടത്, കള്ളം കൊണ്ടുപോകില്ല, ഇല്ലേ? കള്ളം കൊണ്ടുപോകാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും മുഷിഞ്ഞ് നാടി അങ്ങനെ അതിൻ്റെ അറ്റമൊക്കെ സ്റ്റേപ്പിളർ അടക്കെ അടിച്ച് ഒക്കെ വളരെ മോശമായിട്ടൊക്കെ കാണാറുണ്ട്. പഴയ 5 രൂപ നോട്ട് പോലെയൊക്കെ ഇരിക്കും ചില ഷെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ പഴയ കാലത്ത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് ആണ് കാര്യങ്ങളെല്ലാം. നോക്കൂ, അപ്പോൾ രജിസ്ട്രേഡ് ഓണർ എന്ന് പറയും ഡെപ്പോസിറ്ററി. ഇത്രയെന്നൊക്കെ ചെയ്തു തരുന്ന ഡെപ്പോസിറ്ററിയാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നതാണെങ്കിൽ പോലും, നമ്മുടെ ഷെയർ ആണെങ്കിൽ പോലും അതിൻ്റെ രജിസ്ട്രേഡ് ഓണർ എന്ന് പറയുന്നത് ആരാണ്? അത് ഡെപ്പോസിറ്ററിയാണ്. ഡെപ്പോസിറ്ററിയെ അങ്ങനെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ, രജിസ്റ്ററിങ്, അതിൻ്റെ ട്രാൻസ്ഫർ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാം ഡെപ്പോസിറ്ററി ചെയ്തു തരുന്ന സർവീസാണ്. അത് കൂടാതെ നമ്മളുടെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ. ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ചില ബെനിഫിറ്റ്സ് ഒക്കെ ഇല്ലേ, ആ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ടത്, അതെല്ലാം നമുക്ക് തരുന്നത് ആരാണ്? കമ്പനിയാണ് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം അതൊക്കെ ചെയ്യുന്നത് ആരാണ്? അത് ഡെപ്പോസിറ്ററിയാണ്. അപ്പോൾ ഡെപ്പോസിറ്ററിയെ രജിസ്ട്രേഡ് ഓണർ എന്നും കൂടി വിളിക്കുന്നുണ്ട്. അതൊന്ന് അറിഞ്ഞിരിക്കണം. രജിസ്ട്രേഡ് ഓണർ നമ്മളല്ല. നമ്മളെ വിളിക്കുന്ന പേരാണ് ബെനിഫിഷ്യറി ഓണർ അല്ലെങ്കിൽ BO എന്ന് പറയും. BO ബെനിഫിഷ്യറി ഓണർ എന്ന് പറയുന്നത് ഇൻവെസ്റ്ററാണ്. ബെനിഫിറ്റ്സ് ഒക്കെ അയാൾക്കാണ് കിട്ടുന്നത്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്കറിയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഡിവിഡൻഡ്, ബോണസ്, റൈറ്റ്സ്, അല്ലേ? കോർപ്പറേറ്റ് ആക്ഷൻസ് എന്ന് പറയും. കോർപ്പറേറ്റ് ആക്ഷൻസിൽ സ്പ്ലിറ്റ് ഓഫ് ഷെയർ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഡിവിഡൻഡും ബോണസും റൈറ്റും ഒക്കെ നമുക്ക് ബെനിഫിഷ്യറി ഓണർക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മളെ വിളിക്കുന്ന പേരാണ് ബെനിഫിഷ്യറി ഓണർ എന്നുള്ളത്. ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ.
ഇപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഹോൾഡ് ചെയ്യാൻ, ഷെയർസ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് അത് ഒരു യുണീക്ക് ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും. നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ID നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടും. പിന്നെ അതിനകത്ത് ആ ഡിമാറ്റ് അക്കൗണ്ടിൽ എന്താണുള്ളത്? അതിൽ ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, കമ്പനിയുടെ ബോണ്ടുകൾ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്ന എല്ലാ കാര്യങ്ങളും, സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രോഡക്റ്റുകളെല്ലാം, നമുക്ക് വാങ്ങാവുന്ന പ്രോഡക്റ്റുകളെല്ലാം, ഇക്വിറ്റി ഷെയർ അതിലൊന്ന് മാത്രമാണ്, എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാവുന്ന നമ്മളുടെ ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കള്ളം കൊണ്ടുപോകില്ല എന്നുള്ള ഒരു സേഫ്റ്റി ഈ ഡിമാറ്റ് അക്കൗണ്ടിനുണ്ട്. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്? പലർക്കും സംശയമാണ് ഈ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഷെയർസ്, നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടും നമ്മളുടെ ബാങ്കും തമ്മിലുള്ള ലിങ്കാണ്. നമ്മൾ വാങ്ങാൻ പറഞ്ഞു, അപ്പോൾ വാങ്ങി, അപ്പോൾ അതിൻ്റെ പൈസ പോകണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വേണം. ഷെയർ വാങ്ങാനൊക്കെ പറയുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള, ഞാൻ ഫോൺ ചെയ്ത് പറയുമ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ പറയണം. അപ്പോൾ അത് ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ അല്ല പറയുന്നത്, ഞാൻ പറയുന്നത് എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്പറാണ് പറയുന്നത്. അതാണ് സാധാരണ ബ്രോക്കിംഗ് സ്ഥാപനമായിട്ട് നമ്മൾ റെഫറൻസ് എപ്പോഴും എന്ത് പറയുമ്പോഴും നമ്മളുടെ ട്രേഡ് കോഡാണ് അവർക്ക് അറിയേണ്ടത്. അത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ട്രേഡ് കോഡിൽ എന്താണ് നടക്കുന്നത്? അതിൽ ഷെയർസ് കിടക്കില്ല. ഇത് വെറും ബൈ ആൻഡ് സെൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബൈ സെൽ എന്നുള്ള ആക്ഷൻ മാത്രമാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് വഴി. അപ്പം ഡിമാറ്റിൽ ഷെയർസും ഇതിൽ നമുക്ക് ആക്ഷൻ, ബൈ സെൽ എന്നൊക്കെ ഉള്ള ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട്, നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഉള്ളത്. ബാങ്ക് അക്കൗണ്ടും DP അക്കൗണ്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏകദേശം ഒരുപോലെയാണ്. ബാങ്കിൽ എന്താ കിടക്കുന്നത്? മണിയാണ്. മറ്റേടത്തോ ഷെയർസ് ആണ്, ഇലക്ട്രോണിക് ഷെയർസ് ആണ് കിടക്കുന്നത്. ബാങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് അക്കൗണ്ട് തുടങ്ങാമല്ലോ, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും പറ്റും, സിംഗിൾ ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. ഇവിടെയും ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാം. ഹസ്ബൻഡും വൈഫും കൂടി ജോയിന്റ് ആയിട്ടൊരു അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങുന്ന പോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്തും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ രണ്ടുപേരുടെയും പേരിലായിരിക്കും അതിൽ വരുന്ന ഷെയർസ് എല്ലാം. പിന്നെ ട്രാൻസ്ഫർ ഓഫ് മണി പറ്റും ബാങ്കിൽ, അല്ലേ? നമുക്ക് പൈസ വേറെ ആർക്കെങ്കിലും ചെക്ക് വഴിയൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് സാധിക്കും. അതും നമുക്ക് ചെക്കിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എയ്തർ ഓർ സർവൈവർ ബാങ്കിലുള്ളൊരു ഫെസിലിറ്റിയാണ്. എയ്തർ ഓർ സർവൈവർ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാലോ. എയ്തർ ഓർ സർവൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് അക്കൗണ്ടാണ്. ഹസ്ബൻഡും വൈഫും കൂടി ഉള്ളൊരു ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ ഹസ്ബൻഡ് സ്ഥലത്തില്ലെങ്കിൽ വൈഫിന് തന്നെ ഒപ്പിട്ടാലും ആ ചെക്ക് കൊടുത്താൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യും, അത് പൈസ കിട്ടും. അപ്പോൾ അതാണ് എയ്തർ ഓർ സർവൈവർ എന്ന് പറയുന്നത്. ബാങ്കുകാർ നൽകുന്ന ഒരു ഫെസിലിറ്റിയാണ് അത്. പക്ഷേ ജോയിന്റ് അക്കൗണ്ടിൽ, ഡിമാറ്റ് അക്കൗണ്ടിൽ പറ്റില്ല. കാരണം ആ ഫെസിലിറ്റി രണ്ടുപേരും ഒപ്പിട്ടാൽ മാത്രമേ, ഒരു ജോയിന്റ് ഹോൾഡേഴ്സ് രണ്ടുപേരും ഒപ്പിട്ടാൽ മാത്രമേ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത ഡിമാറ്റ് അക്കൗണ്ടിനുണ്ട്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനറിൻ്റെ അക്കൗണ്ടാണ്. മൈനറിൻ്റെ അക്കൗണ്ട് പറ്റുമോ എന്നുള്ളതാണ്. ബാങ്കിലൊക്കെ പറ്റുമല്ലോ, സഞ്ചയിക എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള അക്കൗണ്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മൈനർക്ക് അവിടെ അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കും. എന്നാൽ ഡിമാറ്റ് അക്കൗണ്ടിൽ സാധിക്കില്ലേ? സാധിക്കും, അവിടെയും സാധിക്കും. പക്ഷെ ഒരു ഗാർഡിയനിലൂടെ മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗാർഡിയൻ വേണം. മാത്രമല്ല ഇവിടെ ബൈയിങ് മാത്രമേ പറ്റുള്ളൂ. അതൊരു വലിയ പ്രത്യേകതയല്ലേ? ബൈ ചെയ്യാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. നോ സെല്ലിങ് അലൗഡ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മൈനറുടെ അക്കൗണ്ടിൽ നമുക്ക് മൈനറോട് സ്നേഹം കാണിക്കാൻ ബൈ ചെയ്തോളൂ. പക്ഷേ മൈനർ മേജർ ആകുന്നതിന് മുമ്പ് അതിനകത്തുള്ളതൊന്നും സെല്ല് ചെയ്യാൻ പറ്റില്ല. സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈനർ വലുതായിട്ട് 18 years ഏജ് ആയിട്ട് അവൻ സൈൻ ചെയ്താൽ മാത്രമേ അതിന് വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മിനിമം ബാലൻസ്, ബാങ്കിലെ മിനിമം ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പല അക്കൗണ്ടുകളിലും പല ബാങ്കുകളിലും മിനിമം ബാലൻസ് പലർക്കും ഒരു കടമ്പയായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇല്ല.
DP അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സെല്ല് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് പോവുകയാണെങ്കിൽ അവിടെ മിനിമം ബാലൻസ് വേണമെന്നുള്ള നിബന്ധനകളൊന്നും തന്നെ ഇല്ല. പിന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ബാങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണ പോലെ തന്നെ ഒരു ബ്രോക്കറുടെ അടുത്തൊരു അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് DP അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിനകത്ത് ഷെയർസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഷെയർസ് ഉണ്ടെങ്കിലും ക്ലോസ് ചെയ്യാം. വേറെ ഡ്യൂസ് ഒന്നും അവർക്ക് കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്ഥലത്ത് തുടങ്ങണം, പുതിയ സ്ഥലത്ത് ഒരു DP അക്കൗണ്ട് തുടങ്ങണം. പുതിയ ഒരു ഏതെങ്കിലും ഒരു ബ്രോക്കിംഗ് കമ്പനിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു DP അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള വഴികളുണ്ട്. അത് വളരെ ഈസി ആയിട്ട് പറ്റും. ഇനി ഒരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷെയർസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വഴി അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വിവാഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചില്ലേ, ആ കാര്യത്തിലേക്ക് വരികയാണ്. ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വഴി അല്ലാത്ത ഇടപാടാണ്. അതായത് നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് ഷെയർസ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നു, 100 റിലയൻസ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ പൈസ തരാനും തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തമ്മിൽ അത് കൈമാറിയാൽ പോരെ, എന്തിനാ നമ്മളൊരു ബ്രോക്കറെ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, സോറി. അപ്പോൾ അങ്ങനെ നമ്മൾ തമ്മിൽ നേരിട്ട് ഇടപാട് നടത്തുന്നതിനെയാണ് ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടിന് വെറുതെ കൈമാറാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ചെക്ക് പോലെയുള്ള ഇൻസ്ട്രുമെന്റിനെയാണ് DIS, ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് എന്ന് പറയും. ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് അതാണ് ഈ കാണുന്നത്. അതിൽ ഇവിടെ നമുക്ക് നോക്കൂ, ഇവിടെ DPയുടെ ID ഉണ്ട്. ഏതാണ് ബ്രോക്കർ എന്ന് പറയുന്ന ബ്രോക്കറുടെ ID ഉണ്ട്, ബ്രോക്കറുടെ പേര് ഇവിടെയുണ്ട്, ബ്രോക്കറുടെ ID ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങളുടെ ക്ലയന്റ് ID ഉണ്ടാവും. ഈ ക്ലയന്റ് ID നിങ്ങളുടെ BOID എന്ന് പറയുന്നത്. അത് കൂടാതെ നിങ്ങൾ ഇവിടെ ഷെയർസ് ഒക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഷെയർസ് ഏതൊക്കെയാണ്, 4-5 കമ്പനികളുടെ പേര് ഇവിടെ എഴുതാം. ആ ഡീറ്റെയിൽസ് വേർഡിലും കൂടി എഴുതാം. ക്വാണ്ടിറ്റി എഴുതി നമുക്ക് ഈ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇവിടെ സൈൻ ചെയ്യണം. ഇവിടെ സൈൻ ചെയ്തൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്. ഇവിടെ നമ്മൾ സൈൻ ചെയ്യാം. ഇനി അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ വാങ്ങുന്നയാള് ഈ പോർഷൻ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ബാങ്കിൽ കൊടുക്കുമ്പോൾ, ബാങ്കിൽ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ പെയിൻ സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്ത് ഫില്ല് ചെയ്തിട്ട് അതും കൂടി ചേർത്തല്ലേ ചെക്ക് കൊടുക്കേണ്ടത്. ഇവിടെ പെയിൻ സ്ലിപ്പ് കൂടി ഇതിൽ തന്നെ ഉണ്ടെന്നർത്ഥം. ഒരു പോർഷൻ പെയിൻ സ്ലിപ്പാണ്. അതായത് കിട്ടിയ ആൾ അത് അയാളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ കൺസിഡറേഷൻ എഴുതണം. എത്ര രൂപയ്ക്കാണ് ഇത് നിങ്ങൾ പ്രതിഫലമായിട്ട് വാങ്ങിയത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആണെങ്കിൽ ഗിഫ്റ്റ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതാനുള്ള ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. അതുമെല്ലാം എഴുതിയിട്ട് ഇത് എവിടെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ബാങ്കിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് ചെക്ക് തരികയാണെങ്കിൽ എൻ്റെ ചെക്ക് നിങ്ങൾ പെയിൻ സ്ലിപ്പൊക്കെ എടുത്ത് ഫില്ല് ചെയ്തിട്ട് എവിടെയാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ ബാങ്കിലാണ് അല്ലേ, നിങ്ങളുടെ ബാങ്കിലല്ലേ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ നിങ്ങൾക്ക് സ്ലിപ്പ് തരുന്നു, ഷെയർസ് 100 റിലയൻസ് എഴുതി നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ എനിക്ക് പൈസ തന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ സ്ലിപ്പ് തന്നു. നിങ്ങളുടെ ഈ പോർഷൻ ഫില്ല് ചെയ്തിട്ട് ഇത് കൊടുക്കേണ്ടത് എൻ്റെ DP എവിടെയാണോ, ഏത് ബ്രോക്കറുടെ അടുത്താണോ അവിടെയാണ് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവരിത് എൻറ്റർ ചെയ്യും. എൻറ്റർ ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് അത് നിങ്ങളുടെ ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് വിത്തിൻ സെക്കൻഡ്സ് ബാങ്കിൽ ക്യാഷ് മാറുന്ന പോലെ തന്നെ മാറി കിട്ടും എന്നുള്ളത് നമുക്ക് അതറിയണം. അതാണ് ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഗിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്ലിപ്പ് എടുത്തിട്ട് അതിലെഴുതി ഒരു കവറിൽ ആക്കിയിട്ട് നിങ്ങൾ ഈ പോർഷൻ മാത്രം എഴുതിയാൽ മതി. ഏതാണ് ഷെയറിൻ്റെ പേരും ക്വാണ്ടിറ്റി എഴുതുക. നിങ്ങളുടെ ഈ പോർഷൻ ഇവിടെ എഴുതിയേക്കുക, നിങ്ങളുടെ ഐഡിയും കാര്യങ്ങളും ഒക്കെയാണ്. അത് എഴുതി കഴിഞ്ഞിട്ട് സ്ലിപ്പ് ഒരു കവറിലാക്കി ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മതി. വാങ്ങുന്നവൻ ഇത് അറിയണമെന്ന് മാത്രം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് മാത്രം. അവനും അക്കൗണ്ട് ഉള്ള ആളാണെങ്കിലോ ഇത് ഈസിയാണ്. ഇവിടെ എഴുതി ഈ പോർഷൻ ഫില്ല് ചെയ്ത് അയാളുടെ അക്കൗണ്ടിൽ കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻ ഒരു പ്രത്യേകത അറിയണം. ഇതിലൊരു റിസ്ക് ഉണ്ടെന്ന് പറയും. റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും തമ്മിലാണ് ഈ ഇടപാട് നടത്തുന്നത് അല്ലേ. ഇതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ടോ, സ്റ്റോക്ക് ബ്രോക്കർ വരുന്നുണ്ടോ? ആരുമില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കാര്യം പേഴ്സൺ ടു പേഴ്സൺ ആയതുകൊണ്ട് there is no involvement of the regulator എന്ന് പറയാം. റെഗുലേറ്ററുടെ ഇൻവോൾവ്മെന്റ് ഇതിൽ ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റും?
നിങ്ങൾ എനിക്ക് 5-10 ലക്ഷം രൂപയുടെ ചെക്കാണ് തന്നത്, ഞാൻ നിങ്ങൾക്ക് ഷെയർസ് തന്നു. നിങ്ങളുടെ ചെക്ക് ഞാൻ ബാങ്കിൽ കൊടുത്തപ്പോൾ ചെക്ക് ബൗൺസായി. ചെക്ക് ബൗൺസായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അത് വല്ല പൊല്ലാപ്പായി. പിന്നെ നമ്മളുടെ പീനൽ കോഡ് അനുസരിച്ച് സെക്ഷൻ 138 ചെക്ക് കേസായി, ക്രിമിനലായിട്ടും സിവിലായിട്ടും ഒക്കെ നമ്മൾ കേസിന്റെ പുറകെയൊക്കെ നടക്കേണ്ടി വരും. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലോ സാധാരണ നിലയിൽ അത് അഷുറൻസ് ഉണ്ട്. എക്സ്ചേഞ്ച് ഈസ് ആക്ടിങ് ആസ് ദ കൗണ്ടർ പാർട്ടി. ലിസ്റ്റഡ് കമ്പനിയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. എക്സ്ചേഞ്ച് ഈസ് ആക്ടിങ് ആസ് ദി കൗണ്ടർ പാർട്ടി. നമുക്ക് യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഇല്ല. ഇത് ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷനിൽ അങ്ങനെ ഒരു റിസ്ക് വരും. ഞാൻ തരുന്ന ഷെയർസിന്റെ സ്ലിപ്പ് ചിലപ്പോൾ തട്ടിപ്പായിട്ട് വരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ ചില കേസിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ആ റിസ്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അൺലിസ്റ്റഡ് കമ്പനീസിന്റെ കാര്യത്തിൽ ഈ ഒരു ഇടപാടേ നടക്കുകയുള്ളൂ. അതും ഒരു പ്രത്യേകതയാണ്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിലല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത കമ്പനികളാണ് വലിയ ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഉണ്ട്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല. അവരുടെ ഷെയർസും സംഗതി ഡിമാറ്റ് ഒക്കെയാണ്. പക്ഷേ ഇപ്പൊ എല്ലാ കമ്പനികളും ഡിമാറ്റ് ആക്കിയിട്ടുണ്ട്, ഷെയർസ് ഒക്കെ ഇലക്ട്രോണിക് ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് ട്രേഡബിൾ അല്ല മാർക്കറ്റിൽ. അപ്പോൾ ഇതുപോലെ എഴുതി ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസേ പറ്റുള്ളൂ. അപ്പോൾ അതിലുള്ള റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അൺലിസ്റ്റഡ് കമ്പനീസിലുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്ന് എൻ്റെ വ്യക്തിപരമായിട്ടൊരു ഉപദേശം. കാരണം ഇങ്ങനെയുള്ള ചില റിസ്കുകൾ ഉള്ളത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ അത്ര ക്ലോസ് ആയിട്ടുള്ളവരിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങണതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അൺലിസ്റ്റഡ് ഷെയർസിന്റെ മാർക്കറ്റ് വളരെ വലുതാണ്, അതും ഒരുപാട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പൊ ഈ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷന്റെ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കല്യാണത്തിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അതില് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ബൈ ചെയ്ത ആള് അയാളുടെ ബാങ്ക് ഡീറ്റെയിൽസും പിന്നെ എത്ര വാല്യൂവിനാണ് ഇത് വാങ്ങിയിരിക്കുന്നത്, എത്രയാണ് കൺസിഡറേഷൻ കൊടുത്തത്, അത് വേണ്ടേ? കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കെട്ട് ആയിട്ട് എനിക്ക് പണം തന്നു, ഞാൻ നിങ്ങൾക്ക് സ്ലിപ്പ് തന്നു, ഈ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് ഷെയർസ് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ തരുന്ന പണം എനിക്ക് കെട്ടായിട്ട് ക്യാഷ് ആയിട്ടാണ് തരുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ കുഴപ്പം? ടാക്സബിൾ ആകില്ല അല്ലേ? ഗവൺമെന്റ് അറിയില്ല, ഗവൺമെന്റിന് അതിന്റെ ടാക്സ് കിട്ടില്ല. അതുകൊണ്ടാണ് ബയർ അയാളുടെ ഡെപ്പോസിറ്ററിയിൽ ഈ ഡിക്ലറേഷൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് എന്ത് വിലക്കാണ് വാങ്ങിയത് എന്നുള്ള ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കേണ്ടി വരും. അപ്പൊ ടാക്സ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്നാൽ നമുക്ക് ഈ ഗിഫ്റ്റിനെ കുറിച്ച് നമുക്കറിയണ്ടേ? ഗിഫ്റ്റ് ആണെങ്കിൽ ടാക്സിന്റെ കാര്യം എന്താണ്? നമ്മളുടെ റിലേറ്റീവ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ, റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് റിലേറ്റീവ്സ് ആണ് കൊടുക്കുക. വൈഫ്, ചിൽഡ്രൻ, പിന്നെ പേരൻസ്, പിന്നെ പേരൻസിന്റെ തൊട്ട് സഹോദരന്മാര്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ബ്രദർ, സിസ്റ്റർ, ഇതൊക്കെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലേ? അവർക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഷെയർസ് എത്രയാണ് കൊടുക്കുന്നതെങ്കിലും അത് ടാക്സ് ഫ്രീ ആയിട്ട് വരും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് കുഴപ്പമില്ല, ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എന്നാൽ ഗിഫ്റ്റിംഗ് ഔട്ട്സൈഡേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ് അല്ല, ക്ലോസ് റിലേറ്റീവ് അല്ലാത്തവർക്ക് കൊടുക്കുകയാണെങ്കിൽ 50,000 വരെ മാത്രമേ ടാക്സ് ഫ്രീ ഉള്ളൂ. 50,000 വരെ ടാക്സിന് പ്രശ്നം വരുന്നില്ല. എന്നാൽ ഒരു 60,000ന്റെ വാല്യൂ ഉള്ള ഷെയർസ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 50,000 വേണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള 10,000 കൊടുത്താൽ പോരെ ടാക്സ്? പോരാ. അങ്ങനെ വരികയാണെങ്കിൽ ഫുൾ എമൗണ്ടിന്റെയും ടാക്സബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. 50,000 വരെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഫുൾ എമൗണ്ടിന്റെയും ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ നമുക്ക് ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഞാനിത് ഷെയർസിന്റെ അല്ലാത്ത കാര്യത്തിലും പറയാം. ഇപ്പൊ 10 lakhs എനിക്ക് ടാക്സബിൾ ഇൻകം ഉണ്ടെന്നിരിക്കട്ടെ. 10 lakhs ആണ് എൻ്റെ ടാക്സബിൾ ഇൻകം. അപ്പൊ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു 2 lakhs ഞാൻ എൻ്റെ വൈഫിന് കൊടുത്താൽ, വൈഫ് ടാക്സിന്റെ പരിധി വരാത്ത ആളാണ്. അപ്പൊ ഞാനത് വൈഫിന് കൊടുക്കുകയാണെങ്കിൽ ഒരു ഗുണവുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് 8 lakhsന്റെ അല്ലേ പിന്നെ ടാക്സ് വരുള്ളൂ എന്ന്. അതല്ല, വൈഫിനാണ് കൊടുക്കുന്നതെങ്കിൽ ഫുൾ എമൗണ്ടിന്റെ ടാക്സ് നമുക്ക് വരും. പിന്നെ വൈഫ് അത് ബാങ്കിൽ ഇട്ടെന്നിരിക്കട്ടെ, ആ എമൗണ്ട് വൈഫ് ബാങ്കിൽ ഇട്ടിട്ട് അതിന് പിന്നെ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടില്ലേ? ആ ഇൻട്രസ്റ്റ് വൈഫിന്റെ ഇതിലാണോ വരിക? അല്ല,
ആ എമൗണ്ടും നമ്മളുടെ ടാക്സബിൾ എമൗണ്ടിലായിരിക്കും, പരിധിയിലായിരിക്കും വരിക. ഇത് വൈഫിന്റെ കാര്യത്തിൽ മാത്രമല്ല, മൈനറിന് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. നല്ല അതിനെ ക്ലബിംഗ് എന്ന് പറയും ടാക്സിന്റെ ഭാഷയിൽ, അവർ അങ്ങനെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണം. നിങ്ങൾ എനിക്ക് തരുന്ന ഒരു അനുമോദനമാണ് ലൈക്ക് എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കമൻറ്റ്, നിങ്ങൾക്ക് തോന്നുന്ന നല്ല കമൻറ്റുകൾ നിങ്ങളിതിൽ ചെയ്യണം. അഭിപ്രായങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നന്ദി, നമസ്കാരം.